ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാനിരിക്കുമ്പോഴും ഈ ധർമ്മോപദേശം ഞാൻ കേൾക്കണോ? നിനക്ക് വേണമെങ്കിൽ മതി. പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കണം. കൊണ്ടുപോകാൻ മുടിയാതെ വിടറാവളെ. വഴിയൊന്നും മാറിയില്ലെങ്കിൽ തല ചെതറിപ്പിക്കുന്ന അടുക്കരുത്, അരങ്ങിയ കൊന്നുകളായി ഞാൻ. വണ്ടിയെടുക്ക പൊട്ടുന്നോട്ടെ. രാധികെ, എനിക്കൊരു പ്ലേറ്റ് എടുത്തേ. അതെന്താ, നിനക്കൊരു പ്ലേറ്റ് എടുത്തൂടെ? ഇതെന്താ പുതിയൊരു ചോദ്യം? ഭക്ഷണം പാകം ചെയ്യുന്നത് രാധികയാ, അത് വിളമ്പി തരുന്നതും അവള് തന്നെയാ. ഇവിടെന്താ എല്ലാ ജോലിയും രാധിക തന്നെ ചെയ്യണമെന്ന് നിർബന്ധമല്ലോ ഉണ്ടോ? രാധികമുള്ളത് ഇഷ്ടത്തോടെ ചെയ്യുന്നു എന്നുള്ളത് സത്യമാ. പക്ഷേ ചെറിയൊരു സഹായമൊക്കെ ചെയ്യാം. ഒരു കുടുംബത്തിലെ സ്ത്രീയാവുമ്പോ അവകാശങ്ങളെ അധികാരങ്ങളും ഒക്കെ പറയാനും പിടിച്ചു വാങ്ങാനും നിന്നാ പോരാ. ചിലതൊക്കെ നേരിട്ട് ചെയ്യുകയും വേണം. നാളെ മുതല് ഇതിനൊക്കെ ഇവിടെ ഒരു ചിട്ട കൊണ്ടുവരണം അമ്മേ. അല്ലാതെ രാധികമോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. അയ്യോ മതി, എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ എടുത്തോളാം. എനിക്കാരും വിളമ്പി തരണമെന്നില്ല. ചാറിലെടുത്ത് ഞാൻ വിളമ്പി തരാം. മതി. മോളെ, ഈ വിളമ്പിയതൊക്കെ മതി. ഇനി ഇരുന്ന് കഴിക്കാൻ നോക്ക്. അല്ലമ്മ, നിങ്ങൾ കഴിക്കേ, ഞാനിപ്പോ ആരാം. ഇതിനിടയിൽ നീ എങ്ങോട്ടാ പോവാൻ പോന്നേ? അല്ല, വരുണ് ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചോന്നറിയില്ല, ഞാൻ ചോദിക്കട്ടെ. കഴിച്ചോന്നറിഞ്ഞാ പിന്നെ സമാധാനമായിട്ട് കഴിക്കാമല്ലോ. കണ്ടോ കൽപ്പനെ, എല്ലാ കാര്യത്തിനും രാധയ്ക്ക് പ്രത്യേകതയുണ്ടോന്ന് ചോദിച്ച് നീ തർക്കിക്കുമല്ലോ. അവൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഭക്ഷണം മുഴുവൻ റെഡിയാക്കി വരുണിന് കൊടുത്തുവിട്ടു. അതവനെ കഴിച്ചോന്ന് അറിയാനുള്ള അവളുടെ താല്പര്യം കണ്ടോ? എപ്പോഴെങ്കിലും ഒരിക്കൽ സൂര്യയുടെ കാര്യത്തിൽ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാനിരിക്കുമ്പോഴും ഈ ധർമ്മോപദേശം ഞാൻ കേൾക്കണോ? നിനക്ക് വേണമെങ്കിൽ മതി. രാധിക പ്രായത്തിൽ താണവള, പക്ഷേ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവളിലുണ്ട്.
മതിയമ്മേ. എന്തിനാ കൽപ്പന ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഓരോരുത്തർക്കും അവരവരുടേതായ രീതികളില്ലേ? അതുകൊണ്ട് മറ്റൊരാൾ നല്ലത് കാണിക്കുന്നത് കണ്ടാൽ അത് അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓ, എനിക്ക് അവളെ അനുകരിച്ചിട്ടുള്ള ഒരു പുണ്യം വേണ്ട. അവളെ പോലെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനുള്ള അഭിനയൊന്നും എനിക്ക് വശമില്ല. വേണ്ടമ്മേ, അമ്മ കഴിക്ക്. ആ കുടുംബനാഥേ പറയൂ. അതെ, കറികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഏത് കറി? അപ്പൊ ഭക്ഷണം കഴിച്ചില്ലേ? ഓ അതെ, ഇവിടെ നല്ല തിരക്കായിരുന്നു. 2-3 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിൽ ചില തിരക്കുകൾ ഉണ്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. കൊള്ളാം. അതിനാണോ ഞാൻ രാവിലെ തന്നെ ഇത്ര ബുദ്ധിമുട്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നുവിട്ടത്? എടോ, ഓഫീസിലാവുമ്പോ ഞാൻ അങ്ങനെയാ. ആ ശീലം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നോട് മിണ്ടാൻ വരണ്ട. ആ താൻ കഴിച്ചോ? വിളിച്ചു ചോദിച്ചിട്ട് വരുൺ കഴിച്ചെങ്കിൽ ഞാൻ കഴിക്കാന്നാ കരുതിയത്. ഇനിയിപ്പൊ ഞാൻ കഴിക്കുന്നില്ല. എടോ, ഞാൻ തന്നുവിട്ട ഭക്ഷണം മറന്നു എന്ന് പറഞ്ഞാല് എന്നെ മറന്നതുപോലെ. അതെ, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പിണങ്ങിയാലോ? ഒരു കാര്യം ചെയ്യും, താനേ പെട്ടെന്ന് ഓഫീസിലേക്ക് വാ. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എടോ, ഇവിടെ 1-2 കാര്യങ്ങൾ താൻ ഒപ്പിടാനുണ്ട്. എന്ത് കാര്യങ്ങള്? എന്തിനു ഞാൻ ഒപ്പിടുന്നേ? എന്റെ പൊന്നോ, ഞാനേ ഇവിടെ ഓഫീസിൽ നല്ല ചുമതലയായിട്ടിരിക്കുമ്പോഴേ എന്റെ ഭാര്യയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എടോ, 1-2 പേപ്പേഴ്സിൽ ഒപ്പിടാനാ. ഞാനത് തന്നോട് പറയാൻ മറന്നുപോയതാ. ഇപ്പൊ അത് കൊടുത്തു വിടുകയും വേണം. താനൊന്ന് വേഗം ഇറങ്ങാൻ നോക്ക്. അല്ല, അച്ഛനോടും അമ്മയോടൊക്കെ പറയുമ്പോ അവരെന്ത് കരുതും? എടോ, ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിന് അവരെന്ത് കരുതാനാ? മാത്രമല്ല, ഓഫീസിൽ ഒപ്പിടേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാ. വരാൻ പറ്റില്ല എനിക്ക്? ഞാൻ വരാം. അപ്പോഴേക്കും കഴിച്ചേക്കോ? ആദ്യം താനൊന്നും ഇങ്ങോട്ട് വാ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്തും ആലോചിക്കാൻ പറ്റൂ. ഞാൻ ദേ ഇവിടെ വെയിറ്റ് ചെയ്യണേ, പെട്ടെന്ന് വരണം. ശരി. അച്ഛനമ്മയും ചോദിക്കുമ്പോ ഇപ്പൊ എന്താ പറയാ?